പോലെ പ്രവൽ റുഹോ കാദീശോ ബാറക്കുമോർ. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവൻ വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. ഒരേത്തിയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും വായിക്കുമോ? ഈ നിർദ്ദേശം കൊള്ളാമെന്ന് ഫറവോയ്ക്കും അവന്റെ സേവകന്മാർക്കും തോന്നി. ഫറവോ സേവകന്മാരോട് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെ പോലെ മറ്റു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ? ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം ഇക്കാര്യമെല്ലാം നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കൊണ്ട് നിന്നെ പോലെ വിവേകിയും ബുദ്ധിമാനുമായ ഒരാൾ വേറെയില്ല. നീ എൻ്റെ വീടിന് മേലാളായിരിക്കും. എൻ്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിച്ച് പ്രവർത്തിക്കും. സിംഹാസനത്തിൽ മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും. ഫറവോ തുടർന്നു, ഇതാ ഈജിപ്ത് രാജ്യത്ത് മുഴുവൻ അധിപനായി നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരിയെടുത്ത് ജോസഫിനെ അണിയിച്ചു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ച് കഴുത്തിൽ ഒരു സ്വർണമാല ഇടുകയും ചെയ്തു. അവൻ തൻ്റെ രണ്ടാം രഥത്തിൽ ജോസഫിനെ എഴുന്നള്ളിച്ചു. മുട്ടുമടക്കുവിൻ എന്ന് അവർ അവന് മുൻപേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഫറവോ അവനെ ഈജിപ്ത് മുഴുവൻ അധിപനാക്കി. ബാറിക്കുമോ?
കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്നും പാറയ്ക്കുമോ. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡിക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഗുരുവായ ഭക്ഷണം കഴിക്കാൻ ശക്തരായിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു. ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡികരും സാധാരണക്കാരുമല്ലേ? ലൗകികരായത് കൊണ്ടല്ലേ നിങ്ങളിൽ ചിലർ ഞാൻ പൗലോസിന്റെ ആളാണെന്നും ചിലർ ഞാൻ അപ്പോളോസിന്റെ ആളാണ് എന്നും പറഞ്ഞു നടക്കുന്നത്? ബാറയ്ക്കുമോ. നമ്മുടെ മുമ്പായി വായിക്കപ്പെടുന്ന കർത്താവേശമിശിയാടെ വിസ്തേവെങ്കിലുമില്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. ബാറയ്ക്കുമോർ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ.
ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവന്റെ ക്ഷയം പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചവനും ദൈവത്തിൻ്റെ ജീവലോചനവും നമ്മുടെ കർത്താവും ദൈവരക്ഷകനുമായ യേശു മിശിഹായുടെ ഉത്ഥാനകാലത്ത് ഇവ ഇപ്രകാരം അരുൾ ചെയ്തു. അവൻ പുറത്തുപോയി കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, അവനിൽ ദൈവവും മഹത്വപ്പെട്ടിരിക്കുന്നു. ദൈവം അവനിൽ മഹത്വപ്പെട്ടുവെങ്കിൽ ദൈവം അവനെ തന്നിൽ മഹത്വപ്പെടുത്തും, ഉടൻ തന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ കുഞ്ഞുങ്ങളെ, ഇനി അല്പസമയം കൂടി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. എന്നാൽ ഞാൻ യഹൂദരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, ഞാൻ പോകുന്നിടത്തേക്ക് വരുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ പുതിയൊരു കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. അഭിനന്യ പിതാവേ, വന്യരായ വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, കർത്താവിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയിൽ ഈശോയെ ആദ്യമായി ഇന്ന് തങ്ങളുടെ പൂർണ്ണ അറിവോടുകൂടി സ്വീകരിക്കാൻ പോകുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇമ്മാനുവേൽ, ഇവാഞ്ചലിയ, നമ്മളുടെ ഈ ഇടനാട് ദേവാലയത്തെ സംബന്ധിച്ച് അനുഗ്രഹകരമായ ഒരു ദിവസമാണ് ഇന്ന്. ഏറെ നാളായി നമ്മൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, ഈ പരിശുദ്ധ മദ്ബഹായും ദേവാലയവും ഒന്ന് നവീകരിക്കണമെന്ന്. നമ്മുടെ ആഗ്രഹത്തിൻ്റെ, നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി കർത്താവിൻ്റെ വലിയ കാരുണ്യത്താലും കൃപയാലും ഈ പരിശുദ്ധ മദ്ബഹായും ദേവാലയവും മാവേലിക്കര ഭദ്രാസനാധിപൻ അഭിമന്യ ജോഷോമാർ ഇഗ്നാത്യോസ് പിതാവിൻ്റെ തൃക്കയ്യാൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് ദൈവിക കുർബാനകൾക്കും ആരാധനകൾക്കുമായി നമുക്ക് വേർതിരിച്ച് നൽകിയിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചിരിക്കും, നമുക്ക് മനോഹരമായ ഒരു ദേവാലയമുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് നവീകരിച്ചത്? നവീകരണം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും
ഈ നവീകരണം നടക്കണം. ക്രിസ്തു സ്നേഹത്തിൻ്റെ അടയാളവും ക്രിസ്തു ശിഷ്യന്മാരുടെ ലോകത്തിന് നൽകുന്ന സാക്ഷ്യവുമാണ് ഈ നവീകരണവും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കലും. കർത്താവ് വസിക്കുന്ന ഈ ദേവാലയത്തിൽ നാം വിശുദ്ധ കുർബാനയ്ക്കായി കടന്നു വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ സ്നേഹത്തെ ആവോളം സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ സ്വീകരിച്ച സ്നേഹത്തെ നാം ദേവാലയത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പങ്കുവയ്ക്കണം. സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ, അതുമൂലം നിങ്ങളെൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. ലോകത്തിൽ ഒരു ക്രൈസ്തവന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് തന്നെ വേദനിപ്പിക്കുന്നവനോടുകൂടി അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, തന്നെ കൊല്ലുവാൻ ഓങ്ങുന്നവൻ്റെ മുമ്പിൽ ചെമ്മരിയാടെന്ന പോലെ കർത്താവ് നിന്നുകൊടുത്തതുപോലെ ദൈവ സ്നേഹത്തെ പ്രതി നിർഭയമായി ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കാൻ കഴിയുമ്പോൾ നമ്മൾ ഈ സ്നേഹം ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് തന്നെ നമുക്ക് നൽകുവാൻ, ഒരു കുർബാനയോളം ചെറുതാകുവാൻ ക്രിസ്തുവിനെ പ്രേരിപ്പിച്ചത്. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങൾ, ഒരു പുറത്ത് മേരിവിലയിൽ ബിനോ ബേബിയുടെയും വിക്ടോറിയയുടെയും കുഞ്ഞുങ്ങൾ, ഇമ്മാനുവേലും ഇവാഞ്ചലിയും, യേശുവിൻ്റെ സ്നേഹത്തെ അവർ അനുഭവിച്ചറിയാൻ പോവുകയാണ്. ദൈവം നൽകിയ വലിയ ദാനമാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഈ അനുഗ്രഹീതമായ ദിവസം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത്. കർത്താവ് ഈ കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിശ്വാസ ജീവിതം ആരംഭിച്ച സമയത്ത് പ്രാരംഭ കുദാശകൾ 3, വിശുദ്ധ മാമോദീസ, വിശുദ്ധ തൈലലേപനം, വിശുദ്ധ കുർബാന, ഇത് 3 പേര് സ്വീകരിച്ചവരാണ്. പക്ഷേ ഇവരുടെ തിരിച്ചറിവിൻ്റെ കാലത്ത് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ കുറവുകളൊക്കെയും കർത്താവിൻ്റെ പ്രതിപുരുഷനായ പുരോഹിതൻ്റെ മുൻപിൽ കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ് ഹൃദയവും മനസ്സും വിശുദ്ധീകരിച്ചുകൊണ്ട് വിശുദ്ധിയുടെ കുദാശകളായി ലോകത്തിൽ ഇനി എന്നും ജീവിക്കുവാൻ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുന്നു. ഈ മക്കൾക്ക് വിശ്വാസം വളരുവാൻ എല്ലാവിധമായ ദൈവ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വന്ദനായ പുരോഹിതൻ ഗീവർഗീസ് കൈലട്ടയിലച്ഛൻ്റെ ഓർമ്മ കൂടിയാണ് ഇന്ന്. നമ്മുടെ ഈ ദേവാലയത്തിൽ നമ്മുടെ വിശ്വാസ കൂട്ടായ്മയെ വളർത്തി നമുക്ക് വിശുദ്ധ കുർബാന വിഭജിച്ച് നൽകി ദൈവസന്നിധിയിലായിരിക്കുന്ന ആ പുരോഹിതനെ നമുക്ക് ഓർക്കാം. ഈ ദേവാലയം ഇവിടെ വരുവാൻ ആരൊക്കെ കാരണക്കാരായോ നമ്മുടെ എല്ലാ പൂർവികരെയും ഓർക്കാം, പുരോഹിതന്മാരെ ഓർക്കാം, വന്ദനായ പിതാക്കന്മാരെ ഓർക്കാം, സന്യസ്തരെ ഓർക്കാം. അവർ നൽകിയ ക്രിസ്തുവിൻ്റെ സ്നേഹം ഇനി ലോകത്തിന് നൽകുവാനുള്ള വലിയ ഒരു ദൗത്യമാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവ് നമ്മളോട് പറയുന്നത് ഒന്ന് മാത്രമാണ്: സ്നേഹിക്കുക, സ്നേഹിക്കുക, അവസാനം വരെ സ്നേഹിക്കുക. ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിലുണ്ട് എങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഈ സ്നേഹത്തെ നൽകുവാനായിട്ട് സാധിക്കും. അപ്പോഴാണത് പരസ്നേഹമായിട്ട് മാറുന്നത്. എല്ലാ കൽപ്പനകളും സാരാംശം 2 മാത്രമാണ്: ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചറിയുക, ആ സ്നേഹത്തെ പങ്കുവയ്ക്കുക. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഓരോ ദിവസവും ജീവിക്കുന്നത്, ലോകത്തിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് സാക്ഷികളാകുന്നത് ഈ സ്നേഹം പങ്കുവയ്ക്കുന്നതിലൂടെ, ഈ സ്നേഹം ജീവിക്കുന്നതിലൂടെയാണ്. ലോകത്തിൽ നമുക്ക് നൽകുവാൻ ഏക സന്ദേശം, ത്രിയേക ദൈവം ഈ ലോകത്തിന് സ്നേഹത്തെ പ്രകടമാക്കിയത് നമ്മെ ഓരോരുത്തരെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചുകൊണ്ടാണ്. ത്രിയേക ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ ഈ ലോകത്തിൽ സ്നേഹം പങ്കുവെച്ചത് തന്നെ മുറിച്ചു നൽകി വിശുദ്ധ കുർബാനയായിക്കൊണ്ടാണ്. ഈ ലോകത്തിൽ നിന്ന് ഈശോ പോയപ്പോൾ
സ്നേഹം പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവിനെ സഭയിലൂടെ അവിടെ നമുക്ക് നൽകി. സ്നേഹത്തിൽ ജീവിക്കുവാൻ, സ്നേഹം പങ്കുവയ്ക്കുവാൻ നമ്മുടെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഈ സ്നേഹമായിരിക്കട്ടെ. ഈ സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് പരാതി കൂടാതെ കുടുംബത്തിലും ആയിരിക്കുന്ന ഇടങ്ങളിലും വിളങ്ങുവാൻ, ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കും. അൺകണ്ടീഷണൽ ലവ്, പരിധിയില്ലാതെ സ്നേഹിച്ചുകൊണ്ട് ഈ സുവിശേഷം ലോകത്തിൽ പങ്കുവയ്ക്കുവാൻ നമ്മൾ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും ഈ ദേവാലയത്തിൽ വരുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി മാത്രമാണ്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാനയെ നമുക്ക് നൽകിയ, സഭയിലൂടെ നമുക്ക് നൽകിയ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിച്ചറിയുവാൻ നമുക്ക് വിശുദ്ധ കുർബാന നൽകിയ കർത്താവിനെ നമുക്ക് ഓർക്കാം. ഇന്ന് ലോകം മുഴുവനും പരിശുദ്ധ സഭയിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശബ്ദം ലോകത്തിൽ സഭയിലൂടെയാണ് നമ്മൾ ശ്രവിക്കുന്നത്. ആരെല്ലാം ക്രിസ്തുവിൻ്റെ സ്വരത്തെ ശ്രവിക്കുവാൻ ആഗ്രഹിക്കുന്നു അവർ സഭയിലേക്ക് വരട്ടെ എന്നാണ് നമ്മുടെ ആരാധന നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിൻ്റെ സ്വരം സ്ലീഹന്മാരുടെ തലവനായ പരിശുദ്ധ പിതാവിലൂടെ നമ്മൾ ശ്രവിക്കുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾ, സംസ്കാര ശുശ്രൂഷകൾക്കായിട്ട് സഭയൊരുങ്ങുന്നു. സ്വർഗത്തിലായിരിക്കുന്ന പിതാവിനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ചേർന്ന ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. പിൻഗാമിയായി അടുത്ത പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ളതായ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. സഭയിൽ നമ്മളേവരും ക്രിസ്തുവിൻ്റെ ആ മൗതിക ശരീരത്തിലെ അംഗങ്ങളായി നമ്മേവരും ഒന്നാണെന്നുള്ള വലിയ ബോധ്യത്തിൽ സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ മിശിഹാ തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. എല്ലാവർക്കും വലിയ അനുഗ്രഹങ്ങളും നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഞങ്ങളേവരെയും ക്ഷണിച്ചതിലുള്ള വലിയ കൃപയും നമുക്കൊരുമിച്ച് വിശ്വാസത്തിൻ്റെ കൂട്ടായ്മയായി തീരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മുടെ കൂടെ. നാമെല്ലാവരും നമസ്കരിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹവും മനോഗുണവും യാചിക്കണം. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വരാകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. നിർമ്മല കന്യകയായ മുതിർത്തണ്ടിൽ നിന്ന് ശേഖരിക്കപ്പെടുകയും യെരൂശലേം നഗരത്തിൽ വെച്ച് വീണ്ടെടുക്കപ്പെട്ട് രക്ഷാകരമായ കാസയായി കലർത്തപ്പെടുകയും വിശ്വാസമുള്ള സഭയ്ക്ക് നൽകപ്പെടുകയും ചെയ്ത ജീവന്റെ മുന്തിരിക്കുലയായ കർത്താവിന് സ്തുതി. ദൈവീകമായ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്തുതി ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. യൗമോ സ്വതുഹായ ലവൽമേൻ. ബാർക്കിമോർ കാരണവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ധൂപം അർപ്പിക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹവും കരുണയും യാചിക്കണം. ബാർക്കിമോർ പാപപരിഹാരം ചെയ്യുന്നവനും എടുപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിക്കുന്നവനും വിസ്മരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹാദ്രതയാൽ എൻ്റെ അസംഖ്യ പാപങ്ങളും നിന്നിൽ വിശ്വസിക്കുന്ന ജനം മുഴുവന്റെയും പാപങ്ങളും മായിച്ച് ഉത്തമനേതേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എന്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വിശുദ്ധിമോത്തമുള്ള സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയുടെ ആത്മാക്കളെ നിന്റെ കാരുണ്യത്താൽ നീ ഓർമ്മിക്കണമേ.
അവരുടെ ആത്മാക്കളെയും ദേഹികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കാരുണ്യത്തിന്റെയും മാതൃതയുടെയും പനിമഞ്ഞ് അവിടെ അസ്ഥികളിൽ തെളിക്കണമേ. കർത്താവും മൗത്തത്തിന് നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരവും പാപപരിഹാരകനുമാകണമേ. എന്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപത്തിന്റെ ദണ്ഡനങ്ങൾ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. നിന്റെ ദൈവത്വത്തിന് യോഗ്യവും നിനക്ക് പ്രീതികരവുമായ ക്രൈസ്തവ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാധിക്കുമോർ വിശുദ്ധ സഭയിൽ യാഗമായി അർപ്പിക്കപ്പെട്ട് ജനത്തിന് ഭക്ഷണമായി നൽകപ്പെടുന്ന അഭികാമി മന്ത്രിയായ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ജീവന്റെ അപ്പവും രക്ഷയുടെയും അനുഗ്രഹത്തിന്റെയും കാസായുമായ നാഥ, ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കപ്പെടുന്ന സംപ്രചരകമായി ഈ സമയത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയർപ്പിക്കപ്പെടുകയും കബറടക്കപ്പെടുകയും മരിച്ചവിടയിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലുമായിരുന്ന ഞങ്ങളെല്ലാവരെയും പിടിപ്പും വിശുദ്ധിയുമുള്ളവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വന്യമാതിന്റെ കഷ്ടാനുഭവത്തിന്റെയും ജീവദായകമാതിന്റെ മരണത്തിന്റെയും രക്ഷാകരമാതിന്റെ പുനരുദ്ധാനത്തിന്റെയും സ്മരണ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ ഭയങ്കരമായ സമയത്ത് വെടിപ്പോടും മനോധൈര്യത്തോടും കൂടെ വിശുദ്ധമാതിന്റെ മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരവും പാപങ്ങളുടെ മോചനവും ലഭിക്കുവാനും സത്യവിശ്വാസത്തോടുകൂടി നിന്നെ കുറിച്ചുള്ള പ്രത്യാശയത്തെ പ്രാപിച്ച ഞങ്ങളുടെ എല്ലാ മരിച്ചുപോയവർക്ക് നല്ല അനുസ്മരണം ഉണ്ടാകുവാനും വേണ്ടി രക്തരഹിതമായ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. ഞങ്ങൾ നിനക്കും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായ്ക്ക് ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശുവബ് ഉൽസ്വാ ലവൽ മീ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്ക് നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയുമായ ഈ ദാസനേറ്റു പറയുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധനാകുന്നു. പരിശുദ്ധനായ പുത്രൻ തമ്പുരാൻ പരിശുദ്ധനാകുന്നു. ജീവപ്രദനായ പരിശുദ്ധ റൂഹ പരിശുദ്ധനാകുന്നു. അവൻ നമ്മുടെ പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കന്മാരെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും പരിശുദ്ധ സഭയുടെ മക്കളും വിശ്വാസികളുമായ സകല മരിച്ചുപോയവരുടെയും ആത്മാക്കളിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും മനസ്സിൽ തോന്നി കരുണ ചെയ്തുകൊണ്ട് ഭാവിയായ തന്റെ ദാസന്റെ ധൂപത്തെ
ശുദ്ധീകരിക്കുന്നവൻ ആകുന്നു. ബാരിക്കുമോർ ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സാലത്തിന്റെ സൃഷ്ടാവുമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുൻപേ പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയാകാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവ്വസൃഷ്ടിയുമായും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിലിറങ്ങി വിശുദ്ധരിച്ചതായ ദൈവമായ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് പിതാവിന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമായാലും കാതോലികവും സ്ലേഹികവും ഏകവും വിശുദ്ധവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാമോചനുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയർപ്പിനും വരുവായിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. ബാരിക്കുമോർ സ്തമൻ കാലോസ്. കർത്താവേ, ഈ സമയത്ത് സ്നേഹവും യോജിപ്പും സമ്പൂർണ്ണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിരേകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും നയിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാരിക്കുമോർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ദൈവമേ, വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന
നിന്റെ ദാസർക്ക് നിന്റെ കൃപയുടെ ആവാസം നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പരിശുദ്ധമായ കുർബാന മുഖാന്തരം അശുദ്ധമായ സകല വിചാരങ്ങളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. ഈ വിശുദ്ധ കുർബാനയാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രശോഭിപ്പിക്കുകയും ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ ഈ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും തൻ്റെ ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് മശിഹാതമ്പരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ആയിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവുമാകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോടും പ്രധാന മാലാഖമാരുടെ സംഘങ്ങളോടും ചേർന്ന് ഉച്ചത്തിൽ സ്തുതികീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്ദനം വരുവാനിരിക്കുന്നതിനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ താൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം മരണം കൈവരിക്കുവാൻ ഒരുങ്ങിയപ്പോൾ ലോകത്തിൻ്റെ ജീവനും രക്ഷയ്ക്കും വേണ്ടി അവൻ ഒറ്റുകൊടുക്കപ്പെട്ട ആ രാത്രിയിൽ നിഷ്കളങ്കവും നിർമ്മലവുമായ തൃക്കൈകളിൽ അപ്പമെടുത്ത്, പിതാവായ ദൈവമേ, നിന്നെ കാണിച്ച് സ്തോത്രം ചെയ്തു. വാഴ്ത്തേ ശുദ്ധീകരിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യരായ വിശുദ്ധ സ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരം ആകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി ഇത് നൽകപ്പെടുകയും ചെയ്യുന്നു. അപ്രകാരം അത്താഴത്തിന് ശേഷം വീഞ്ഞും വെള്ളവും കലർത്തിയ കാസായുമെടുത്ത് സ്തോത്രം
ചെയ്തു. ബാറയ്ക്കുമോ വാഴ്ത്തേ ശുദ്ധീകരിച്ച് ശിഷ്യരായ തന്റെ വിശ്വസ്ലീഹന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പുതിയ നിയമത്തിലെ എൻ്റെ രക്തം ആകുന്നു. ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചിന്തപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായത് നൽകപ്പെടുകയും ചെയ്യുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇതനുഷ്ഠിക്കുകയും ഈ രഹസ്യത്തിൽ പങ്കെടുത്തുകൊണ്ട് എൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ഞാൻ വരുന്നതുവരെ അനുസ്മരിക്കുകയും ചെയ്യുവനെന്ന് അപ്പോൾ തന്നെ നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുൾ ചെയ്തു. ഞങ്ങളുടെ അങ്ങയുടെ കർത്താവേ, ഓർത്തുദ്ധാനത്തെ ഏറ്റോലേ നിൻ രണ്ടാം ആഗമനം കാക്കുന്നു. വാഴ്വരുളുക ഞങ്ങൾക്കായി നീ. കർത്താവേ, നിന്റെ സഭാരക്ഷാകരമായ നിന്റെ സകല വ്യാപാരങ്ങളെയും ഓരോരോനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന നിന്റെ സംരചനകമായ രണ്ടാമത്തെ വരവിനെയും അനുസ്മരിക്കുന്നു. ഇത് നിമിത്തം നിന്റെ സഭയും ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ പിതാവിനോടും അനുതാപപൂർവം അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമാ നിന്റെ ഈ ദാസർ നിനക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സകലത്തെക്കുറിച്ചും സകലത്തിനു വേണ്ടിയും കാരുണ്യവാനായി നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. നല്ലവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബാറയ്ക്കുമോറിന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധ കൃപാന മേലാവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനകവുമാകുന്നു. നിങ്ങൾ ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിപ്പിൻ. എല്ലാവർക്കും സമാധാനം. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളേണമേ. കർത്താവേ, എന്നോട് ഉത്തരമരുളി ദയതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ഈ അപ്പത്തെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ ശരീരമാക്കി പൂർത്തിയാക്കട്ടെ. അവൻ ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. ഈ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നതിനാൽ ഞങ്ങളുടെ ആത്മാക്കളും ശരീരങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും ഞങ്ങൾ നിത്യജീവന് യോഗ്യരാവുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ സഭകളെ മേച്ച് ഭരിക്കുന്നവരായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബെസേലിയസ് ക്ലീമീസ് കാതോലിക്ക ബാവായ്ക്ക് വേണ്ടിയും നമ്മുടെ ഭദ്രാസനത്തിൻ്റെ മേൽപ്പെട്ടക്കാരൻ ആബൂൻ മോർ ഇഗ്നാത്യോസ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും സത്യവിശ്വാസികളായ എല്ലാ എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും കശിഷന്മാർ ഷമ്മാസന്മാർ ദേറായക്കാർ മുതലായവർക്ക് വേണ്ടിയും ക്രിസ്തീയ സഭ മുഴുവനു വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്ക് ആശ്വാസപൂർണമായി ദീർഘായുസ് നൽകണമേ. സത്യോപദേശം ശരിയായി പഠിപ്പിക്കുന്ന മേലധ്യക്ഷന്മാർ തിരുസഭയിലുണ്ടാകുവാൻ നീ സഹായിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. ഭാരിക്കുമോ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ നമ്മുടെ സഹോദരൻ എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകിച്ച് ഇപ്പോൾ പരീക്ഷയിലും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ആരാധകരുടെ അപേക്ഷ താല്പര്യപൂർവ്വം കേട്ട് നിന്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും ആദ്യഫലങ്ങളും നീ സ്വീകരിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ബലികൾ സ്വീകരിക്കുന്നവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാരിക്കുമോ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടിയും അവർ നമ്മെ ശരിയായ മാർഗത്തിൽ നയിക്കുന്നതിന് വേണ്ടിയും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ശിദ്ധരാക്കി തീർക്കണമേ. അസിയാലുക്കളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാരിക്കുമോർ ശുദ്ധിമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയും നിത്യകന്യകയും ദൈവമാതാവുമായ മറിയാമനെയും നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായെ നബിയന്മാർ സ്ലീഹന്മാർ പ്രസംഗർ ഏവങ്കേലിയസ്തന്മാർ സഹോദയന്മാർ മോദിയന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയും ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കൂ. ബാരിക്കുമോർ കുറ്റമില്ലാത്തതും സ്നേഹികവും ഏകവുമായ സത്യവിശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള സകല വിശുദ്ധ പിതാക്കന്മാരെയും അംഗീകരിക്കപ്പെട്ട മൽപ്പാമാരെയും നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മപ്രേരിതരായി അവർ പഠിപ്പിച്ച വിശ്വാസത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാർക്കുമോർ സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ചു നമ്മിൽ നിന്ന് വേർപെട്ടു പോയ സകലരെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി
കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയേലായിസോൻ എന്ന് ചൊല്ലണം. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കരുതേ. എന്തെന്നാ ശരീരയായവരിൽ നിന്റെ ഏകപുത്രനല്ലാതെ പാപരഹിതനായ മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാവമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. ഞങ്ങൾ പിരിഞ്ഞ സകല മരിച്ചോരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടാതെയും തിരുമുമ്പിൽ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെയും എല്ലാ മരിച്ചുപോയവരുടെയും പാപഭാരങ്ങൾ നീക്കി ഞങ്ങളുടെ പ്രമാണ ലംഘനങ്ങൾ സ്വതയം ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്കും അവർക്കും നീ പുണ്യദാതാവും പാപവിമോചകനുമായിരിക്കണമേ. സർവാദരണീയവും സംപൂജ്യവുമാതിര നാമം ഞങ്ങളുടെ കർത്താവിശ്വമിശിഹായുടെയും നിന്റെ പരിശുദ്ധ റുഹായുടെയും നാമത്തോടുകൂടെ ഞങ്ങളാലും ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെടുമാറാകണമേ. തന്റെ നാമായിരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി കാലകാലങ്ങളോളം സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. മഹോന്നതാ ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ബാരിക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാരിക്കുമോർ കരുണയുള്ള പിതാവാം ദൈവമേ, വിനയപൂർവ്വം നിന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായ്കളും മധുരങ്ങളും നീ തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധി മനസ്സിനെ നിർമ്മലമാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ പ്രകാരം പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ
നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടരിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായിയും പിന്തുണയും പരീക്ഷകളിൽ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ബാരിക്കുമോർ അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുൻപ് കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. കർത്താവേ, അദൃശ്യമായ നിന്റെ വലതു കൈ നീട്ടി ഞങ്ങളെല്ലാവരെയും നീ ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ തിരുശരീരത്തിലും തിരത്തിലും വിശുദ്ധിയോട് പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെയും നിനക്ക് നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും ബഹുമാനവും യോഗ്യമാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വിശുദ്ധിയും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആയുധമില്ലാത്തതും നിക്കത്തക്കതും സാരാംശമായിരിക്കുന്നതുമായ പരിശുദ്ധത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധമായവ വിശുദ്ധിയും വെടിപ്പുള്ളവർക്ക് നൽകപ്പെടുന്നു. പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിനും തൻ്റെ കരുണയാൽ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തൻ്റെ തിരുമേനിയുടെ വിലയേറിയ പീഡാനുഭവത്താൽ അതിനെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായതും ഉള്ളതും ഉണ്ടാകുവാനിരിക്കുന്നതുമായ സകലതും പൂർത്തിയാക്കി തികയ്ക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ.
നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേലോ യായൗഹാലേ ലോയാ നിൻ വലഭാഗേ രാജഭാമിനിയും ജനമോർക്കാക പിതൃഗ്രഹവും ബാരയ്ക്കുമോ ശുഭോലാബോലബറോവൽ റൂഗോ കാദീശോ നോലം വാദാമെല്ലോലം വൽമീനാമി ഭക്തർ പുകഴ്ച ഭാജനമേ എന്നിലുദിച്ചോരേകസുതൻ ത്രികരൾ ഞങ്ങളിൽ അലിവാൻ പങ്കലപേക്ഷയാണ് കേണം സൗമൻ കാലോസ്കുറിലായിസോ വാഴ്വായി തീരണമേ മറിയാമിൻ ഓർമ്മ അവൾ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിന് കോട്ട ബാരയ്ക്കുമോ സുബഹോലാബോലബറോവൽ റൂഹോ കാദീസോ ആംബിക കന്യാ അറിയാമിന്നായി ചുരുൾ വായുവിലുയരുന്നു മോറിയോരായി മേലൈറുഹാദാരേ നിർത്തിയിടരുതേ മാതാവേ നീ ഏകാത്മജനോടർത്തിക്ക ഞങ്ങളിലാർദ്രത തൂ നീട നിധിമാൻപന പോലെ തളിർത്തിടുമേ ഹാലേലൂയ വളരുമവൻ ലബനോൻ കാരികിൽ പോൽ വൃദ്ധതയിലും അവർ തളിരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്കു ദുഷ്ടി പുഷ്ടികളും പാറിക്കുമോ ശുഭോലാബോലബ്രോവൽ റൂഹോ കാദീശോ എന്നോലം വാദാമെന്നോലം വൽമീനാമീ ഓരോ പോലിങ്ങും മാ പാദ്രോപിയോ ആനിലും അതുപോൽ നിന്നോർമ്മ ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനി ചോർക്കാൻ സൗമൻ കാലസ്കുറിയിലായിസോ ഭാഗ്യം നീബിയർക്കും ഭാഗ്യം സിംഹാർക്കും ഭാഗ്യം സഹദീർഘം പുനരുദ്ധാനദിനെ വാരിക്കുമോ ശുഭഹോലാബോലബറോവൽ റൂഗോ കാദീശോ സിയായെ കാൺമാൻ സഹദേരാശിച്ചു വാളൽ ചിറകേന്തി ഉന്നത പാദമേറി പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടാ അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാൻ ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത എല്ലാ പ്രിയപ്പെട്ട പരേതരായ വൈദികരെയും അതുപോലെ ഈ ദേവാലയം കൂദാശയെ സമർപ്പിച്ച പരേതരായ അഭിനന്ദ പിതാക്കന്മാരെയും പ്രത്യേകിച്ച് ഇന്ന്
ഓർമ്മയാചരിക്കുന്ന ഈ ദേവാലയത്തിൻ്റെ മുൻവികാരിയായിരുന്ന ഗീവർഗീസ് കലിട്ടിലച്ചനെയും ഈ വിശുദ്ധ ബലിയിൽ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ചാർത്തും നീതിയെ നിന്നാചാര്യന്മാരും മഹിമയെ നിന്നയവാന്മാരും നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിനെയോർത്ത്. പുത്രന്മാർ കാത്തിടുമെങ്കിൽ ലോയ എൻ നിയമത്തെയും ഞാനുപദേശിക്കും സാക്ഷ്യമിതും ബാരിക്കുമോ. ശ്വഹോലബോലബ്രോവൽ റൂഹോ കാദീശോ എന്നോലം വാദാമെന്നോലം വൽമീനമേ. ശുചിയൊടു ശുദ്ധ്യാബിസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പറുദീസിൻ വാതിൽ പോകി വാനവരുത്ത് വസിക്കേണം. സൗമൻ കാലോസ് കുറിയേലായിസോ നിർമാലമദ്ബഹായിൽ കർത്തൃ സ്നേഹാൽ ശുശ്രൂഷിച്ചോര വൈദികരെ പിൻചെല്ലും വാൻ നീറേന്മാർ ദേവഗരി ബാരിക്കുമോ. സുബഹോലബോലബ്രോവൽ റൂഹോ കാദീശോ ദൈവസുധാനിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർത്തു മുഖപ്രഭയേണം. മോയോറാഹേ മേലയറു ആധാരേ ആചാരീശ വിശിയാകോദ ജകളർപ്പിച്ചോ രാജാര്യന്മാർ കേകുക പുണ്യം നാദാസ്തോത്രം. ഇടവകയുടെ പ്രാരംഭ ദിശയിൽ ഇടവകയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ആത്മായ വിശ്വാസികളുണ്ട്. അവരെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവിടെ ആത്മാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് ഈ അടുത്ത ദിവസം ആകസ്മികമായി വിട പറഞ്ഞു പോയ ബിനിഷായൻ്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ആദ്യ കുർബാന സ്വീകരിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ വലിയപ്പച്ചൻ പ്രിയപ്പെട്ട ഒരു പുറത്ത് ബേബിയെ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലോയൗഹാലേ ലോയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാളുകൾ ഹോ ഹാലേ ലോയോ ഹാലേ ലോയ എന്നിരുവയലിൽ പൂച്ചെടി പോലെ ബാരിക്കുമോ. ശുഭഹോലബോലബ്രോവൽ റൂഹോ കാദീശോ ശരണ താലേ നിൻ കൃപയിൽ കവറിനം പറുതി സായ്ക്കാൻ സൗമൻ കാലോസ് കുറിയേലായിസോ. ഉയരീകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃദര മേവർക്കും നൽകുന്നു. എതിർകളുള്ളിൽ നിന്നെ ഞവറോയിരോടെഴുന്നേ
ഭാരിക്കുമോ എന്റെ ശരീരം ഭക്ഷി രക്തം പാനം ചെയ്യോ പാതാളത്തിൽ പോകാനായി വീടാം ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേറ്റിട്ട് മരിച്ചത് മഹത്വം മറിയോരായി മേലയറുവാനായി കരുണ നിറഞ്ഞവനേ സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അവസരമാണല്ലോ. പ്രാർത്ഥനയോട് ഭയഭക്തിയോടുകൂടി നമുക്ക് തമ്പുരാനെ വരവേൽക്കാം. വിശുദ്ധ കുർബാന കുർബാന ആദ്യമായി സ്വീകരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇമ്മാനുവേൽ ഇവാഞ്ചലിയ അഭിമന്യ പിതാവിൻ്റെ കയ്യിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. തുടർന്ന് അവിടെ മാതാപിതാക്കൾ, അവരുടെ ബന്ധുമിത്രാദികൾ, ശേഷം ഓരോരുത്തരും തിരക്കില്ലാത്ത രീതിയിൽ അനുയോജ്യമായ സ്ഥലങ്ങളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് സ്നേഹത്തോടുകൂടി ഓർപ്പിക്കുന്നു. നാം ശബ്ദമുയർത്തി പറയണം. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യനവീകരണത്തിന് വേണ്ടി വരുവാനിരിക്കുന്നവനുമായ മിശിഹാ തമ്പുരാനെ, പാപപരിഹാരപ്രദമായ നിന്റെ ബലിപീഠത്തിൽ നിന്ന് നിന്റെ ഈ ദാസരിലേക്ക് പുണ്യമിറങ്ങുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, അദൃശ്യമായ നിന്റെ വലത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. മഹോന്നതാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായുടെ കൃപ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും കൈക്കൊള്ളുന്നവരിലും ഇവയിൽ താല്പര്യപൂർവ്വം സംബന്ധിച്ച എല്ലാവരിലും പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ തിരുശരീരവും പാനം ചെയ്ത പുണ്യപ്രദമായ നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ, പിന്നെയോ ഞങ്ങളെല്ലാവരും രക്ഷയ്ക്കും നിത്യജീവനുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഭൂവാകെ നമി
ബാറിക്കുമ്പോൾ കർത്താവേ, ദൈവികമായ നിന്റെ ഈ വിരുന്നിൽ സന്തുഷ്ടരായ ഞങ്ങൾ നിന്റെ കൃപയെ വാഴ്ത്തുകയും മനുഷ്യരുള്ള നിനക്കുള്ള സ്നേഹത്തെ ഞങ്ങൾ ആദരിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, തിരുമുമ്പാകെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ച സർവ്വവല്ലഭനും വിസ്മരണീയനുമായ ദൈവം തമ്പുരാനെ, ദയതോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ജനകനായ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനെ എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്തോത്രം ഞങ്ങൾ ഏവരും അങ്ങേ കേകിടുമെന്നും നിന്ദാതന്നും റുഹുക്കുദിശായ്ക്കും സ്തുതി പാടിയിടും. നിന്തിരുഗാത്രം കൈക്കൊണ്ടോരാം ഞങ്ങളെ നാഥ, ദുഷ്കൃതം അഖിലം നീക്കേ സദയം പാലിക്കേണമേ. കർത്താവേ, നിൻ തിരുവുള്ളം ദുഷ്ടിപ്പേട്ട് നല്ലവര മൃദർ പുണ്യ ബാറക്കുമോർ. സഹോദരങ്ങളും വാത്സല്യഭാജനങ്ങളുമേ, കർത്താവിന്റെ ഭാവപ്രിയാപ്രദമായ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാപട്ടണത്തോടും കൂടെ പരിശുദ്ധത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിങ്ങളെ ബലമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ പോകുവീൻ. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള സൈവായ ലക്ഷിതരും വിശുദ്ധ മാമോദീസായുടെ റോഷ്മയാൽ മുദ്രിതരുമേ, ഈ ത്രിത്വം നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും കുറ്റങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും ഭാവിയുമായി ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുവിൻ എന്നും എനിക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ.